ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതല്ലേ തൗബ. അല്ലാഹുവിനെ തൗബ അങ്ങനെ സ്വീകരിക്കുക. ഇൻഷാ അല്ലാഹ് തെറ്റിലേക്ക് പോകാതെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തെറ്റിലേക്ക് പോകാതെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ ഫഅഫു അന്നാ ഫഅഫു അന്നാ യാ കരീം യാ കരീം യാ കരീം യാ റഹീം യാ റഹീം യാ റഹീം യാ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ പാപം നീ ഏറ്റെടുക്കണേ അല്ലാഹ്, മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മേൽ നീ കരുണ ചൊരിയണേ പടച്ചവനെ, ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഇത് അല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യം. ഈ മൂന്ന് കാര്യം തൗബ സ്വീകരിക്കാൻ. ഒന്ന് പാപങ്ങൾ മുറിച്ചു കളയുക, 2 ഖേദിക്കുക, 3 ഇനി മേലിൽ അതിലേക്ക് മടങ്ങുകയില്ല എന്ന് തീരുമാനമെടുക്കുക. ഇത് അല്ലാഹുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ മാത്രം. അടുത്തത് നമ്മളുമായി ബന്ധപ്പെട്ടത്. നല്ലപോലെ ശ്രദ്ധിച്ചോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. 27-ാം രാവ് അടുത്ത് വരികയാണ്. ആ 27-ാം രാവിന്റെ തൗബയില് നമ്മുടെ പാപം അല്ലാഹു ഏറ്റെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഇപ്പൊ തീരുമാനം എടുക്കാൻ പറ്റും. وإن كانت المعصية تتعلق بآدمين, പാവങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ, മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലോ എങ്ങനെയാണത്? ഫലഹാ അർബഅതു ശുറൂത്ത്, 4 നിബന്ധനകളാണ് അവർക്കുള്ളത്. മുകളിൽ പറഞ്ഞ 3 കാര്യവും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ഏറ്റെടുത്തെങ്കിലും ചെയ്തെങ്കിലും മാത്രമേ നമ്മുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ 3 കാര്യം ഇനി പറയാൻ പോകുന്നത് അല്ലാഹു മാപ്പാക്കി തരും. പക്ഷേ സൃഷ്ടികൾ മാപ്പാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അല്ലാഹു തൗബ സ്വീകരിക്കണോ? അല്ലാഹു തൗബ സ്വീകരിക്കണോ? ശ്രദ്ധിക്കുക. വൈൻ കാനത്തിൽ മഅസിയ തതഅല്ലഖു ബിആദമീൻ ഫലഹാ അർബഅതു ശുറൂത്ത്. എന്താത്? ഇടപാടുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പരിപൂർണമായിട്ട് ഒഴിവാക്കണം. വൈൻ കാനത് മാലാ റദ്ദഹു ഇലൈഹി, ആരോടെങ്കിലും പണം ഇടപാട് നടത്തിയിട്ടുണ്ടോ, കടം കൊടുത്തിട്ടുണ്ടോ, ക്രയവിക്രയം നടത്തിയിട്ടുണ്ടോ, ആ ഇടപാടുകൾ ഒന്നുകിൽ കൊടുത്ത് വീടണേ, ഇല്ലെങ്കിൽ വിളിച്ചു പറയണേ, ഇല്ലെങ്കിൽ എഴുതി ആരോടെങ്കിലും ഏൽപ്പിക്കണേ. ഞാൻ പശ്ചാത്തപിക്കാൻ പോവുകയാണ്, നിനക്ക് ഞാൻ 50,000 തരാനുണ്ട്, നിന്നോട് ഞാൻ കടം വാങ്ങിയവനാണ്, പക്ഷേ അതിന്റെ സമയം കഴിഞ്ഞു പോയി. പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ പരിശുദ്ധമായ ഇദാ ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളാണ്. ഞാൻ നിന്നോട് വാങ്ങിയ പണം തിരികെ തരാം സഹോദരാ, എനിക്കല്പം സാവകാശം നൽകണേ. ഞാൻ ഒരു പക്ഷേ മരിച്ചു പോയാൽ നീ എന്റെ മേല് പൊരുത്തപ്പെടണേ, എന്റെ കുടുംബത്തിൽ പോയി നീ പ്രശ്നമുണ്ടാക്കല്ലേ. ഞാൻ മരിച്ചു പോയാൽ നീ മാപ്പാക്കണേ, ഇല്ലെങ്കിൽ എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയില്ല കേട്ടോ. സാമ്പത്തികമായി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇടപാടുകൾ പറഞ്ഞു തീർക്കണേ, അത് കൊടുത്തു വീടണേ, ഇല്ലാതെ തൗബ സ്വീകരിക്കില്ല. ഇത് വെറുതെ അല്ല ഈ പറഞ്ഞത്, തൗബ സ്വീകരിക്കണമെങ്കിൽ ഇടപാടുകൾ ക്ലിയർ ആവണം. പൈസ കൊടുക്കും, പൈസ വാങ്ങും, മടക്കി കൊടുക്കൂല. കടം വാങ്ങും, മടക്കി കൊടുക്കൂല. കടകളിൽ പോയി സാധനം വാങ്ങും, ഇച്ച പൈസ തരും, അടുത്ത മാസം പൈസ തരാം, 2 മാസം കഴിഞ്ഞ് പൈസ തരാം, റമദാൻ കഴിഞ്ഞ് പൈസ തരാം, പെരുന്നാളിന് പൈസ വരും തരാം. 1 പെരുന്നാളല്ല, 2 പെരുന്നാളല്ല, 3 പെരുന്നാളല്ല. ആ സഹോദരൻ കട പൂട്ടിയിട്ട് അവൻ ഒളിച്ചോടിപ്പോയി, ഗതിയില്ല, കടക്കാരെ കൊണ്ട് സഹിക്കവയ്യ. എത്രയെത്ര സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കസ്റ്റമർ പോകുന്നു. നമുക്കറിയാവുന്ന സുഹൃത്തുക്കളാണ്, അവരോട് പോയി ചോദിക്കാൻ മനസ്സ് വരുന്നില്ല. പക്ഷേ ആ സാധനം വാങ്ങുന്ന കസ്റ്റമറെ, നിങ്ങൾ ആ സഹോദരന്റെ ഇടപാട് തീർക്കാതെ നിങ്ങളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് അബൂബക്കർ അല്ല പറയുന്നത്, നമ്മെ നാമാക്കി മാറ്റിയ മുഹമ്മദ് മുസ്തഫ, ചങ്കില ചോരയായ മുഹമ്മദ് മുസ്തഫ, ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകപ്പെട്ട സഹാബത്തിന്റെ ഇരുനയനങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന അശ്രുകണങ്ങളെ സഹോദര്യത്തിന്റെ സമാധാനത്തിന്റെ തേന്മാരി കൊണ്ട് ഒപ്പിയെടുത്ത മുഹമ്മദ് മുസ്തഫ,
എത്ര നീറുന്ന ഹൃദയങ്ങളാണ്, കടത്തിന്റെ ഹൃദയങ്ങളാണ്, പാവപ്പെട്ട സ്വഹാബാക്കളാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നിട്ട് നബിയേ ഞാൻ കടക്കാരനാണ് നബിയേ, ഉടുതുണിക്ക് മറുതുണിയില്ല ഹബീബേ, അതിനുള്ള വഴി കണ്ടെത്തി തരുമോ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞപ്പോ അവരെ സാന്ത്വനപ്പെടുത്തി അവർക്ക് സന്തോഷ വർത്തമാനം നൽകിയ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ അവരെ സമാശ്വസിപ്പിച്ചുവെങ്കിൽ, അവരെ സമാധാനിപ്പിച്ചുവെങ്കിൽ ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തും ബിദൈനിഹി ഹത്താ യുഖ്ലാ ദൈനുഹു. കടക്കാരാ കടമിടപാടുകൾ നടത്തിയിട്ട് മരിച്ചു പോയാൽ ആത്മാവ് സ്വർഗത്തിൽ കടക്കില്ല, ആത്മാവ് സ്വർഗത്തിൽ കടക്കില്ല. ആകാശഭൂമികൾക്കിടയിൽ കൊളുത്തപ്പെട്ട അവസ്ഥയിലായിരിക്കും. ആ മയ്യത്തിന്റെ അവകാശികൾ, ആ മയ്യത്തിന്റെ പുത്രന്മാർ, ആ മയ്യത്തിന്റെ കുടുംബക്കാർ ആ സഹോദരന്റെ മയ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇടപാടുകൾ വീട്ടാത്ത കാലത്തോളം ആ മയ്യത്തിന് മാപ്പില്ല, ആ മയ്യത്തിന് മാപ്പില്ല. നബിയുനാ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കേട്ടോ. അദ്ദേഹം പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, നബിയോട് ഞാൻ ചോദിച്ചു പോയി, അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ് സാബിറാ മുഹ്തസിബാ മുഖ്ബിലൻ ഗൈറ മുദ്ബിരിൻ യുകഫിറുല്ലാഹു അന്നി ഖതായാ. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന് വേണ്ടി സർവ്വസന്നാഹത്തോടെ ത്യാഗത്തോടെ ഞാൻ എന്റെ ശരീരവും എന്റെ മജ്ജയും എന്റെ മാംസവും അല്ലാഹുവിന് വേണ്ടി മാത്രം സമർപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രതിയോഗികൾ കടന്നു വന്നാലും അശ്വാരൂഢന്മാര് കടന്നു വന്നാലും അവരെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു ആധിക്യം കണ്ട് ഭയപ്പെട്ട് പിന്തിരിഞ്ഞു പോകാതെ അല്ലാഹുവിന് വേണ്ടി സർവവും സമർപ്പിച്ച് വീരമൃത്യു വരിക്കാൻ ഈ അബൂ ഖത്താദ തയ്യാറായാൽ യുകഫിറുല്ലാഹു അന്നി ഖതായാ, എന്റെ പാപം അല്ലാഹു പൊറുക്കുമോ നബിയേ, എന്റെ പാപം അല്ലാഹു ഏറ്റെടുക്കുമോ നബിയേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം 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 അബൂ ഖത്താദ, നിന്റെ പാപം അല്ലാഹു മാപ്പാക്കി തരും അബൂ ഖത്താദ. ഫലമ്മാ അദ്ബറ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ നിന്ന് ആ സഹാബി അൽപവാരെ മടങ്ങുമ്പോ നാദാ, ബഹുമാനപ്പെട്ട നബി തങ്ങൾ വിളിക്കുകയാണ്, നാദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് അബൂ ഖത്താദ മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, അബൂ ഖത്താദ ഇല്ലദൈൻ കദാലിക ഖാല ജിബ്രീൽ. അബൂ ഖത്താദ, നീ എത്രത്തോളം പാപം ചെയ്താലും അല്ലാഹു മാപ്പ് ചെയ്തു തരും. പക്ഷേ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കാതെ നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ പടച്ചവൻ മാപ്പാക്കില്ല അബൂ ഖത്താദ. ആരോടെങ്കിലും കടമിടപാടുകൾ നടത്തിയിട്ട് പൈസ കടം വാങ്ങിയിട്ട് മടക്കി കൊടുക്കാതെ ആയിരക്കണക്കിന് തൗബ ചെയ്താലും പശ്ചാത്തപിച്ചാലും യുദ്ധം ചെയ്ത് വഫാത്തായാലും ഷഹീദായാലും നോമ്പ് നോറ്റാലും ഹജ്ജ് ചെയ്താലും ആ ഇടപാട് തീർക്കാത്ത കാലത്തോളം അല്ലാഹു പാപം പൊറുക്കുകയില്ല അബൂ ഖത്താദ. സ്വർഗ്ഗത്തിൽ പ്രവേശനമില്ല അബൂ ഖത്താദ. കദാലിക ഖാല ജിബ്രീൽ. ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞതാണ്, നീ എന്നോട് ചോദിച്ച സമയത്ത് ആ നിയമം ഇല്ലായിരുന്നു, നീ ചോദിച്ചതിന് ശേഷം ആ നിയമം വന്നു. കടം ഇടപാടുണ്ടെങ്കിൽ അല്ലാഹു പാപം പൊറുക്കൂല. يغفر للشهيد كل ذنب إلا الدين. ശുഹദാക്കൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കും ഇടപാട് ഒഴിച്ച്. അത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടതാ, അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ടല്ല, അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കൂല. മനുഷ്യർ തമ്മിൽ പുറത്തു കൊടുത്തോളി, ഇല്ലെങ്കിൽ ചോദിച്ചോളി. ഇടപാട് തീർത്തോട്ടോ. റമദാൻ മാസ ഇല്ലെങ്കിൽ പോയി പറഞ്ഞേരെ, ഞാൻ ഇൻഷാ അല്ലാഹ് തരാം, ഞാൻ ഇടയ്ക്ക് മരിച്ചു പോയാലും നീ ഒന്ന് മാപ്പാക്കിയേക്കണം.
നീ ഒന്ന് മാപ്പാക്കണം, ഇല്ലെങ്കിൽ ഞാൻ നാളെ സ്വർഗത്തിലെത്താൻ പറ്റൂല. ഒന്ന് പറഞ്ഞാല് പോയി പറഞ്ഞോ, അല്ലെങ്കിൽ വലിയ വിഷമാണ്. ഒരുപാട് പേര് നിസ്കരിക്കും, ഇബാദത്ത് ചെയ്യും, വാളുകളൊക്കെ കേൾക്കും, ഇടപാട് ക്ലിയർ അല്ല, ഇടപാട് ക്ലിയർ അല്ല. എന്തിന് നിസ്കാരം, എന്തിന് നിസ്കാരം, എന്തിന് നോമ്പ്, എന്തിന് ഖുർആനോത്ത്? വല്ലാഹി സത്യം, മാഫി ഫായിദ, മാഫി ഫായിദ. ഒരു പ്രയോജനവും, ഒരു പ്രയോജനമില്ല. ഹദീസ് ഇനി ഞാൻ വേണമെങ്കിൽ ഇഷ്ടം പോലെ ഞാൻ വാരി എറിഞ്ഞു തരാം, അള്ളാഹു തൗഫീഖ് ചെയ്ത് ഞാൻ വാരി എറിഞ്ഞു തരാം. പക്ഷെ എന്ത് ചെയ്യാൻ സമയമില്ല. അവിടെ സൂക്ഷിച്ചോളി, സൂക്ഷിച്ചോളി. അള്ളാഹു വിടൂല, സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂല, ഉറപ്പായ കാര്യമാണ്. ഇടപാടുകളൊക്കെ ക്ലിയർ ആക്കിക്കോളി. പള്ളിയിൽ നിന്നൊക്കെ ചെരുപ്പടിച്ച് മാറ്റിയവനൊക്കെ സൂക്ഷിച്ചോ. നല്ല നല്ല ചെരുപ്പുകൾ എടുത്ത് മാറ്റിയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി, അവിടുന്ന് ഇവിടുന്ന് മൊബൈൽ അടിച്ച് മാറ്റി, ചിപ്പടിച്ച് മാറ്റി, അവിടെ നിന്നൊക്കെ സാധനങ്ങൾ, പേന, പേപ്പർ, ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ളവരൊക്കെ സൂക്ഷിച്ചോളി. ആ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടും കൊടുത്തിട്ടുള്ളവരൊക്കെ കൊടുത്ത് വീട്ടിക്കും. ഇതുവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അദ്ദുൽ ഖിയാത വൽ മിഖിയത. ഒരു സൂചിയോ ഒരു നൂലോ പെണ്ണുങ്ങളെ, പെണ്ണുങ്ങളെ ആരിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ മടക്കി കൊടുക്കണേ. അത് മടക്കി കൊടുക്കാതെ തൗബ ചെയ്താൽ ആ തൗബ സ്വീകാര്യമല്ല. ഫൈനഹാ നാറുൻ വആറുൻ വശനാറുൻ അലാ അഹ്ലിഹി യൗമൽ ഖിയാമ. സൂചിയുടെ പേരിൽ, ആ നൂലിന്റെ പേരിൽ, ഒരു ചെറിയ കടലാസ് കഷണത്തിന്റെ പേരിൽ നിനക്ക് നാളെ ആഖിറത്തിൽ തീയാണ്, തീയാണ്, നിന്ദ്യതയാണ്, നിസാരതയാ. അതുകൊണ്ട് മടക്കി കൊടുക്കണേ, മടക്കി കൊടുക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപാട് അങ്ങനെ ക്ലിയർ ആയിക്കൊള്ളു. അടുത്തത് ആരെങ്കിലും ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏഷണിയോ ദൂഷണമോ അനാവശ്യമോ അപവാദമോ പറഞ്ഞു പരത്തിയിട്ടുണ്ടോ, മാപ്പ് ചോദിച്ചോ, മാപ്പ് ചോദിച്ചോ, മാപ്പ് ചോദിച്ചോ. ഇല്ല എങ്കിൽ മോനെ, നിന്റെ നിസ്കാരം ഞങ്ങൾ നാളെ ആഖിറത്തിൽ പോയി പിടിച്ചു വാങ്ങുമെടാ. അനാവശ്യം പറഞ്ഞു പരത്തുന്ന വിഡ്ഢികളെ, വൃത്തികെട്ടവരെ, അപവാദം പറഞ്ഞു പ്രവർത്തിക്കുന്നവരെ, അതിലേക്ക് മെസ്സേജ് വിട്ടുകൊണ്ട് ഓരോ മനുഷ്യ മക്കളെയും വേദനിപ്പിക്കുന്നവരെ, മിണ്ടാതിരിക്കുന്നത് ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടാണെന്ന് ധരിക്കണ്ട. നാളെ ആഖിറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് നീ ചെയ്ത അമലുകളുണ്ടല്ലോ, അത് പിടിച്ചു വാങ്ങാൻ കൊതി കൊണ്ടാണോ മിണ്ടാത്തത്, അതല്ലാതെ പ്രതികരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. അപവാദം പരത്തുന്ന നെറികെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, അതദറൂന മൽ മുഫ്ലിസു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ആരാണ് ഒന്നുമില്ലാത്തവനെന്നറിയുവോ, ആരാണ് ഒന്നുമില്ലാത്തവരെന്നറിയുവോ സഹാബത്തെ? ഖുൽനാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. നബിയേ, ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ ദിർഹമുകളോ ദിനാറുകളോ ഇല്ലാത്തവനാണ് നബിയേ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനാണ്, കുടിക്കാൻ വെള്ളമില്ലാത്തവനാണ്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവനാണ്, പാവപ്പെട്ടവനാണ്, തന്റെ തല ചായ്ക്കാൻ ഒരു കിടപ്പാടമില്ലാത്തവനാണ് നബിയേ. അവരാണ് ഒന്നുമില്ലാത്തവൻ ഞങ്ങളിലെന്ന് സഹാബത്ത് മറുപടി പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, ലാ, അവരല്ല സഹാബത്തെ, അവരല്ല സഹാബത്തെ. അൽ മുഫ്ലിസു ഫീനാ, നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ പ്രവാചകന്റെ അനുയായികളിൽ ആരാണ് ഒന്നുമില്ലാത്തവനെന്നറിയുവോ? മൻ, ഒരുവനാണ്, ഒരുവനാണ്. യഅതി യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വരുമത്രേ. ബിസലാ, നമസ്കാരത്തിന്റെ കൂമ്പാരവുമായി, വസകാത്ത്, സകാത്തിന്റെ കൂമ്പാരവുമായി, വസിയാ, പരിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകൾ അല്ലാഹുവിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ച നോമ്പിന്റെ ചൈതന്യവുമായി, വതിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളുമായി,
വഹജ്ജിൻ ഹജ്ജുമായി ഉംറയുമായി സിയാറത്തുമായി ഒരുപാട് നന്മകളുടെ കൂമ്പാരവുമായി റബ്ബിന്റെ കോടതിയിലേക്ക് ഇവൻ കടന്നു വരികയാണ്. റബ്ബിന്റെ കോടതിയിൽ കടന്നു വന്നിട്ട് ഈ അമലുകളെല്ലാം അള്ളാന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് സ്വർഗത്തിൽ കടക്കാനെന്നുള്ള വ്യാമോഹത്തോടെ സ്വർഗത്തിൽ കടക്കാൻ നിൽക്കുമ്പോ ഇതാ ഓപ്പോസിറ്റായി ഒരാൾ ഓടി വന്നുകൊണ്ട് റബ്ബിനോട് പറയുകയാണ്, നാദാ നീ മലിക്കുൽ ജബ്ബാറാണ് അല്ലാ, നീ മാലിക്കുൽ മുലൂക്കാണ് അല്ലാ, ലോകത്തിന്റെ അധിപരാശക്തിയാണ് അല്ലാ. ദുനിയാവിൽ വെച്ച് ആരൊരാൾ ആക്രമിക്കപ്പെട്ടുവോ, ദുനിയാവിൽ വെച്ച് ആരൊരാൾ ആക്ഷേപിക്കപ്പെട്ടുവോ, ദുനിയാവിൽ വെച്ച് ആരൊരാൾ മർദ്ദിക്കപ്പെട്ടുവോ അവർക്ക് നീതി നിന്റെ കോടതിയിൽ മാത്രമാണ് നാദാ. ദുനിയാവിൽ ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല റബ്ബേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ ഹത്താ യുഖ്തസ്സ ലിശാത്തിൽ ജമ്മാഇ മിനൽ ഖർനാ. ഈ ഭൂലോകത്ത് വെച്ച് ഒരു കൊമ്പില്ലാത്ത ഒരാടിനെ കൊമ്പുള്ള ഒരാട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ ആ കൊമ്പില്ലാത്ത ആടിനെ അല്ലാഹു ഹാജരാക്കുകയാണ്. ആ പാവപ്പെട്ട ആടിനെ കുത്തി പരിക്കേൽപ്പിച്ച കൊമ്പുള്ള ആടുണ്ടല്ലോ, ആ ആടിനെയും അല്ലാഹു ഹാജരാക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊമ്പില്ലാത്ത ആടിനോട് പറയുകയാണ്, ബലഹീനയായ ആടിനോട് പറയുകയാണ്, കുത്തു ആടേ. ആ ബലഹീനയായ ആടിനോട് പറയുന്നു, ആ ആരോഗ്യമുള്ള കൊമ്പുള്ള ആടിനെ കുത്തി പരിക്കേൽപ്പിക്കോ. അങ്ങനെ കൊമ്പില്ലാത്ത ആടിന് വേണ്ടി പ്രതികാരം നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് മഹ്ശറ വൻസഭയിലെങ്കിൽ അവിടെയാണ് ഫരീഖും ഫിൽ ജന്നാ വ ഫരീഖും ഫിസ് സഈർ. ഇവിടെ നമുക്ക് ഗ്രൂപ്പുണ്ട്, ഇവിടെ നമുക്ക് ആയുൾബലമുണ്ട്, ഇവിടെ നമുക്ക് ആയുധബലമുണ്ട്, ഇവിടെ നമുക്ക് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുണ്ട്. എന്ത് തമ്മാടിത്തരങ്ങളും ആളുകളുടെ മുന്നിൽ ആക്ഷേപിച്ചാലും അധിക്ഷേപിച്ചാലും നിനക്ക് യെസ് വെക്കാൻ നൂറുകണക്കിന് ആളുകളുണ്ടോ. പക്ഷേ ആഖിറമുണ്ടല്ലോ, പടച്ച തമ്പുരാനുണ്ടല്ലോ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നിന്റെ നാവങ്ങനെ സീൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ കയ്യാണടാ നാളെ പറയുക, അല്ലാഹുവേ എത്രയെത്ര പെണ്ണിനെതിരെ എത്രയെത്ര ആണിനെതിരെ ഈ കൈകൊണ്ട് ഞാൻ അപവാദം മെസ്സേജ് അയച്ചവനാണ് അല്ലാ, മെസ്സേജ് അയച്ചവനാണ് അല്ലാ, പോസ്റ്റർ ഒട്ടിച്ചവനാണ് അല്ലാ, പത്രത്തിലൂടെ എഴുതിയവനാണ് അല്ലാ. അപവാദം പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ഗീബത്ത് പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ഏഷണി പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ദുനിയാവിൽ അപഹാസ്യരായി നിന്ദ്യരായി കഴിഞ്ഞുകൂടിയവരുണ്ടല്ലോ. റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിനോട് പറയും, നാദാ ഖദ് സഫക ഹാദാ ഖദ് സഫക ദമ ഹാദാ വളറബ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ. പടച്ചവനെ, ഈ ധിക്കാരി ആരെന്നറിയോ? എന്നെ കുറിച്ച് അപവാദം പറഞ്ഞവനാണ് റബ്ബേ, അപരാധം പറഞ്ഞവനാണ് റബ്ബേ. കേട്ടറിവ് പോലുമില്ലാത്ത, കണ്ടറിവ് പോലുമില്ലാത്ത അപവാദം പറഞ്ഞു പരത്തിയവനാണ് അല്ലാ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തിട്ട്, പ്രഭാഷണങ്ങൾ എടുത്തിട്ട്, ക്ലിപ്പുകൾ ലോകത്തിന്റെ മുന്നിൽ വ്യാപിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട സമുദായത്തെ തമ്മിലടിപ്പിക്കാനും അവരുടെ ഹൃദയത്തിന്റെ സന്തോഷം തകർത്തെറിയാനും വേണ്ടി അഹോരാത്രം പാടുപെട്ടവനാണ്. റമദാൻ മാസമെന്നോ ഹജ്ജിന്റെ മാസമെന്നോ അതല്ലാത്ത മാസമെന്നോ ഇല്ലാതെ ഒരു മുസ്ലിം അടുത്ത മുസ്ലിമിനെ ആക്ഷേപിച്ചുകൊണ്ട്, ഒരു സമുദായം അടുത്ത സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട്, ഒരു മൗലവി അടുത്ത മൗലവിയെ ആക്ഷേപിച്ചുകൊണ്ട് അനാവശ്യങ്ങളെ പ്രചരിപ്പിച്ച് നടന്നവനാണ് നാദാ. അതുകൊണ്ട് നീ നീതി നൽകണമല്ലാ, നീതി നൽകണമല്ലാ. പടച്ചവരെ, എന്റെ സ്വത്തും മുതലും അകാരണമായി തിന്നവനാണ്, എന്നെ അകാരണമായി അടിച്ചവനാണ്, എന്നെ അകാരണമായി വേദനിപ്പിച്ചവനാണ്. അതുകൊണ്ട് മലിക്കുൽ ജബ്ബാർ നീയാണ്, ആദിൽ നീയാണ്, നീതിമാൻ നീയാണ്. എനിക്ക് മറുപടി താ റബ്ബേ എന്ന് ദുനിയാവിൽ അപവാദം പറയപ്പെട്ടവരുണ്ടല്ലോ, ആരോപിക്കപ്പെട്ടവരുണ്ടല്ലോ, ആക്ഷേപിക്കപ്പെട്ടവരുണ്ടല്ലോ, നിന്ദ്യരാക്കപ്പെട്ടവരുണ്ടല്ലോ, മർദ്ദിക്കപ്പെട്ടവരുണ്ടല്ലോ. റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വെച്ച് പറയുമ്പോ അല്ലാഹു ഈ അമലുകൾ ചെയ്തവന്റെ മുഴുവൻ നന്മകളും പരിശോധിക്കുകയാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്.
യസീദ് ഒന്നുപോലും വിടാതെ വള്ളി പുള്ളി വിവരണ വ്യത്യാസമന്നെ പകലില്ലാതെ അധ്വാനിച്ച് ഇവൻ ഉണ്ടാക്കിയ ഓരോ നന്മകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയുകയാ ഫയുഅതാ മിൻ ഹസനാതിഹി. ഇവന്റെ നന്മകൾ മുഴുവനും ഈ ആരോപിക്കപ്പെട്ടവനും ഈ മർദ്ദിതനായവനും ഈ പാപപ്പെട്ടവനും മലക്കുകളെ കൊടുക്കൂ. അവന്റെ നന്മകൾ മുഴുവനും അവർ വാങ്ങിയെടുക്കും. ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായ ഈ മനുഷ്യൻ, ഇവനാണ് ഒന്നുമില്ലാത്തവൻ. നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഒരു നമസ്കാരം പോലുമില്ലാതെ ആരെ കുറിച്ചാണോ ദുനിയാവിലെ അപരാധം പറയപ്പെട്ടത് അവർ പിടിച്ചു വാങ്ങിയിട്ട് ഈ വൃത്തികെട്ട ജന്തുവിനെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുമെന്ന് ലോകത്തിന്റെ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രചരിപ്പിച്ചോ. എന്ത് വേണമെങ്കിലും ചെയ്തോളീൻ, മാപ്പ് കൊടുക്കാതെ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ഇത് അബൂബക്കർ ഉണ്ടാക്കി പറഞ്ഞ ഹദീസ് ഒന്നുമല്ല. ഏത് ആലിമിനും ഹദീസ് എടുത്തു വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഈ ഹദീസിന്റെ യാഥാർത്ഥ്യം എന്താണ്. അവര് തന്നെ നോക്കിക്കോട്ടെ. ആരും ആരെ കുറിച്ചും ഒരപവാദം ആരും ഒന്നും പറയേണ്ടതില്ല. പറഞ്ഞിട്ടുണ്ടോ മാപ്പ് ചോദിച്ചോ, ഇല്ലയോ മിണ്ടാതിരുന്നോ, അള്ളാഹു നമുക്ക് മാപ്പ് തരും, അള്ളാഹു നമുക്ക് നീതി തരും. അതിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബൈൻ ഫതബയ്യനു. ഒരു ഫാസിഖ്, അഹങ്കാരി, തെമ്മാടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുകയോ ആരെക്കുറിച്ചെങ്കിലും അപവാദം പറയുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് വിശദമായി വിശകലനം ചെയ്തൊന്ന് പഠിക്കണേ, അറിയണേ. എന്നിട്ട് വേണം അവനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറയാൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പഠിച്ചോളി, മനസ്സിലാക്കിക്കോളി, ചിന്തിച്ചു. അല്ലാഹു തആല പരസ്പര ഗീബത്ത്, നമീമത്ത്, അപവാദങ്ങൾ, അപരാധങ്ങൾ പറയാതിരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് എന്ത് ചെയ്യണം? മസ്ലഹത്താക്കി സലാം പറയണം. സലാം പറഞ്ഞെങ്കിൽ മാത്രമേ തൗബ സ്വീകരിക്കുള്ളൂ. തൗബ ഇത് എന്റെ കിതാബിൽ നിന്നും പറഞ്ഞല്ല, പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കിതാബുകളിൽ നിന്ന് എടുത്ത് പറയുകയാണ് ഞാൻ. എന്റെ വാക്കായിട്ട് കൊല്ലത്ത് നിന്നൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അല്ലെങ്കിൽ ഉലമാക്കൾ പറയട്ടെ, ഈ ഉലമാക്കൾ നൂറുകണക്കിന് ഉലമാക്കൾ ഇരിപ്പുണ്ടല്ലോ, അവർ പറയട്ടെ ഉസ്താദ് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ ഒരു സംവിധാനം ഇല്ല, സംഭവം ഇല്ല എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും പറയാം. ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ, ഉലമാക്കൾ, മശായിഖന്മാർ, പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴികളാണ് തൗബ സ്വീകരിക്കാൻ. അപ്പൊ നമ്മൾ ആകെ വിഷമിച്ച് കാണും, ആകെ പ്രയാസപ്പെട്ട് കാണും. ഇത്രയും ചെയ്തിട്ട് തൗബ ചെയ്യാൻ കടന്നു വരിക. അങ്ങനെ തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കും എന്ന് പരിശുദ്ധമായ ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയും അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്. ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട മഅ്മർ റളിയല്ലാഹു തആല അൻഹു സുഹരി മഅ്മറിൻ, നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കേട്ടോ. നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്. പാപം ചെയ്യാത്ത ആരാ മനുഷ്യ ഈ ലോകത്ത്? പാപം ചെയ്യാത്ത ആരാ? ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ അവനെ ആക്ഷേപിക്കാൻ നീ ആര്? നീ നിന്റെ തെറ്റുകൾ ആരുടെ മുന്നിലാ പറയാ? നീ എന്താ പാപം ചെയ്യാത്തവനോ? പാപം ചെയ്യാത്ത ആരെ ദുനിയാവിൽ? ഒരാളുടെ ന്യൂനതകൾ വെളിപ്പെടുത്താനാണ് ഒരാൾ പരിശ്രമിക്കുന്നത്. ദുനിയാവിന്റെ അവസ്ഥ അതാണ്. അതെന്താണ് അതിന്റെ അർത്ഥം? അവന്റെ ന്യൂനത അല്ലാഹു വെളിപ്പെടുത്തും. അവനെ അല്ലാഹു ദുനിയാവിൽ ആഖിറത്തിൽ നിന്ദിക്കും. നമ്മൾ അതിന്റെ ആവശ്യമില്ല. ആരെ കുറിച്ച് നമ്മളൊന്നും പറയാൻ പോകണ്ട. നമ്മുടെ ന്യൂനത വെളിപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ ന്യൂനത മറച്ചു വെക്കുന്നവനും അല്ലാഹുവാണ്. ഒരു മനുഷ്യർക്ക് അടുത്ത മനുഷ്യനോടുള്ള ഉത്തരവാദിത്വം അവന്റെ ന്യൂനത വെളിപ്പെടുത്താനല്ല, ഉണ്ടെങ്കിൽ മറച്ചു വെക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾ വ്യഭിചരിച്ചാൽ 4 സാക്ഷി ഹാജരാക്കാൻ പറയുന്നത്. എന്തിനാണ് 4 സാക്ഷി ഹാജരാക്കാൻ പറയുന്നത്? എന്തിനാണ്? ഈ 4 സാക്ഷികളെ ഒരാൾ ഹാജരാക്കിയിട്ട് ആരെങ്കിലും വ്യഭിചരിക്കാൻ പോകും? 4 പേരെ വിളിച്ചിട്ട് ഞാൻ ഒരു പരിപാടി നടത്തിയിട്ട് അവിടെ നിന്നില്ലേ എന്ന് പറഞ്ഞിട്ട് 4 പേരോട് ഏൽപ്പിച്ചിട്ടാ പോവാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 4 പേരെങ്കിലും അത് കണ്ടിരിക്കണം ഇവൻ വിചരിച്ചു എന്നുള്ളത്. ഇത് ഒരുത്തനും ഒന്നും അറിയാതെ, ഒരു സംഭവം അറിയാതെ അങ്ങോട്ട് പറയല്ലേ സംഭവങ്ങൾ. എന്താ എന്ത് ദുനിയാവിത്? വെറുതെ അനാവശ്യങ്ങൾ ആരെക്കുറിച്ച് പറഞ്ഞു പരത്തരുത്. നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷയായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പറഞ്ഞോളി, അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുമ്പോ നമ്മൾ പൊരുത്തപ്പെടൂല. അതാരാണോ അത് വ്യക്തമായ തെളിവുകളടക്കം വന്ന് സമർപ്പിച്ചാൽ ഞാൻ അത് സ്വീകരിക്കും. ഇല്ല എങ്കിൽ ഞാൻ ഒരിക്കലും അത് സ്വീകരിക്കൂല. അനാവശ്യം പറഞ്ഞതും അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുകയും ചെയ്യുമ്പോൾ അവരോട് ഞാൻ ആഖിറത്തിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അതിന് പരിഹാരം കണ്ടുകൊള്ളാം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നവനാണ് ഞാൻ. അത് മതി. എനിക്ക് വേറെ ദുനിയാവിലത്തെ പരിഹാരമൊന്നും ആരുടെയും വേണ്ട. ഇൻഷാ അല്ലാഹ് ഞാൻ ഹദീസും ഖുർആനും പഠിച്ചിട്ട് ഞാൻ പറയാം. പടച്ചവനെ സഹായിക്കുക ഇൻഷാ അല്ലാഹ്.
അടുത്തവ സഹായിക്കും. ആരെല്ലാം എത്രയോ പ്രചാരങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിൽ പോകുമ്പോൾ അഴിച്ചുവിടുന്നു. എന്നിട്ട് എന്താ ആളുകൾക്ക് വല്ല കുറവുണ്ടോ? ഈ കാണുന്ന ആളുകൾ കണ്ടില്ലേ, ഇരിക്കാൻ കസേര 2-3 ട്രിപ്പ് എടുത്ത് പിന്നെ നിൽക്കുക, വയസ്സന്മാര് പോലും നിൽക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ അവരെടുത്ത് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹഖായ ദീൻ കേൾക്കാൻ ആഗ്രഹിച്ചു വരുന്ന സാധുക്കളായ മനുഷ്യരാണ്. സാധുക്കളായ അള്ളാഹു അവർക്ക് അർഹമായ കൂലി നൽകട്ടെ. ഇവിടെ ഈ കഷ്ടപ്പെട്ട് നിൽക്കുന്നതിന്റെ പേരിൽ പടച്ചവനെ ഈ മഹ്ശറിൽ നിർത്താതെ സ്വർഗത്തിലേക്ക് കടത്തണേ പടച്ചവനെ. ഹിസാബ് എളുപ്പമാക്കി കൊടുക്കണേ പടച്ചവനെ. ഈ നല്ല ദിവസത്തിൽ നമുക്ക് ദുആ എടുക്കാം. അത് ആഗ്രഹിച്ചു വരുന്നവരാണ് പാപപ്പെട്ടവർ. ശ്രദ്ധിച്ചോളി, ഹദീസ് ശ്രദ്ധിച്ചോളി. دخل عمر رضي الله تعالى عنه على رسول الله صلى الله عليه وسلم وهو يبكي بكاء شديدا. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, മായുബകീക യാ ഉമർ, മായുബകീക യാ ഉമർ. ഉമറേ, നിന്നെ കരയിച്ച വസ്തുത എന്താ? എന്തിനാണ് ഉമറേ നീ കരയുന്നത്? ഉമറേ, ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിൽ ബാബി ശാബുൻ വഹുവ യബ്കീ ബുകാഅൻ ശദീദാ ഖദ് അഹ്റക ഫുആദി. നബിയേ, അവിടുത്തെ സദസ്സിൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്നു. യാ റസൂലല്ലാഹ്, പൊട്ടിക്കരഞ്ഞു നിൽക്കുന്നു നബിയേ, പൊട്ടിക്കരയുന്നു നബിയേ. ഖദ് അഹ്റക ഫുആദി. അവന്റെ കണ്ണുനീര് കണ്ടപ്പോ, അവന്റെ അട്ടഹാസം കണ്ടപ്പോ, അവന്റെ ആവലാതി കേട്ടപ്പോ, അവന്റെ നിലവിളി കേട്ടപ്പോ എന്റെ ഹൃദയം തകർന്നു പോയി നബിയേ, എന്റെ ഹൃദയം തകർന്നു പോയി യാ റസൂലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദ്ഖിൽഹു യാ ഉമർ, അദ്ഖിൽഹു യാ ഉമർ. ഉമറേ, ആ ചെറുപ്പക്കാരനെ അകത്തേക്ക് കടന്നു വരാൻ പറയൂ ഉമറേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുക്കുകയും ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ തുടിക്കുന്ന മനസ്സോടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് വരികയാ. വഹുവ യബ്കീ ബുകാഅൻ ശദീദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് പൊട്ടി എങ്ങലടിച്ച് കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മായുബ്കീക യാ ശാബ്, മായുബ്കീക യാ ശാബ്. ഏ ചെറുപ്പക്കാരാ, നിന്നെ കരയിച്ച വസ്തുത എന്താണ്? നിന്നെ കരയിച്ച വസ്തുത എന്താണ്? എന്തിനാണ് നീ കരയുന്നത്? ഇത്രത്തോളം പൊട്ടി കരയാനുള്ള കാരണം എന്തെന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അബ്കതനീ ദുനൂബുൻ കസീറാ. നബിയേ, ഒരുപാട് പാപമാണ് ഞാൻ ചെയ്തു പോയത്. എണ്ണമറ്റ പാപങ്ങൾ ചെയ്ത ഒരുവനാണ് നബിയേ. വഖിഫ്തു മിൻ ജബ്ബാരിൻ അലയ്യാ. ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു നബിയേ, ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു നബിയേ. ഞാൻ ചെയ്ത പാപം അത്രത്തോളം വലുതാണ് യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയുകയാ, അഖ്ബിർനീ അൻ ദൻബിക യാ ശാബ്. ഏ ചെറുപ്പക്കാരാ, ഏ ബാല്യക്കാരാ, നീ ആ പാപം എന്നോടൊന്ന് പറയുവോ? ആ പാപം നീ എന്നോടൊന്ന് അറിയിക്കുവോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ആ കുഞ്ഞു ഹൃദയം വെമ്പലോട് പറയുകയാണ്, ഇന്നി അസ്തഹി യാ റസൂലല്ലാഹ്. ഞാൻ ലജ്ജിക്കുന്നു നബിയേ, ഞാൻ ആ പാപങ്ങൾ പറയാൻ ലജ്ജിക്കുന്നു നബിയേ.
അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു പ്രശ്നമില്ല, പ്രശ്നമില്ല. അഖ്ബിർനി അഖ്ബിർനി, എന്നോട് പറയുക, എന്നോട് പറയുക. ഇന്നല്ലാഹ യഗ്ഫിറു ദൻബക മിസ്ല സമാവാതി സബ്ഈൻ വൽ അറാളീന സബ്ഈൻ വൽ ജിബാല റവാസി. ആകാശങ്ങൾ, 7 ആകാശങ്ങളോളം പാവങ്ങളാണോ നിന്റെ വലുത്? ഏറ്റവും വലിയ ആകാശങ്ങളെക്കാൾ വലിയ പാപമാണോ നിന്റെ പാപം? 7 ഭൂമികളെക്കാൾ വലുതാണോ നിന്റെ പാപം? പർവ്വത സാനുക്കളെക്കാൾ വലുതാണോ നിന്റെ പാപം? എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അവന്റെ പാപം ഏറ്റെടുത്ത് പറഞ്ഞാൽ അല്ലാഹു അവത് മാപ്പാക്കി തരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അഖ്ബിർനി അൻബിക, നിന്റെ പാപമൊന്ന് പറയണേ, പറയണേ എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞപ്പോ ഇല്ല യാ റസൂലല്ലാഹ് ഇന്നി അസ്തഹയി യാ റസൂലല്ലാഹ്, എന്റെ പാപം 7 ആകാശത്തെക്കാൾ വലുതാണ് നബിയേ, 7 ഭൂമികളെക്കാൾ വലുതാണ് നബിയേ, പർവ്വത സാനുക്കളെക്കാൾ വലുതാണ് നബിയേ. അത് അങ്ങയുടെ സവിധത്തിൽ തുറന്നു പറയാൻ ഞാൻ ലജ്ജിക്കുന്നു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനായ സഹാബിയോട് ചോദിക്കുകയാണ്, ദംബുക അഅലം അം ഇലാഹുൻ അഅലം, ദംബുക അഅലം അമിൽ കുർസിയോ, ദംബുക അഅലം അമിൽ അർശിയോ, അൽ അർശോ, അർശാണോ വലുത്, നിന്റെ പാപമാണോ വലുത്? ഇല്ല നബിയെ, അർശിനേക്കാൾ എന്റെ പാപം വലുതാണ്. കുർസിയാണോ വലുത്, നിന്റെ പാപമാണോ വലുത്? ഇല്ല നബിയെ, കുർസിയേക്കാൾ എന്റെ പാപമാണ് വലുത് നബിയേ. ദംബുക അഅലം അം ഇലാഹുക, പാപമാണോ വലുത്, അതല്ല നിന്റെ റബ്ബാണോ വലുത്? യഅനി അഫു അല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യമാണോ അവന്റെ പശ്ചാത്താപമാണോ വലുത്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, നബിയേ, എന്റെ റബ്ബിന്റെ ഓശാരമാണ് വലുത്, അവന്റെ പാപമോചനമാണ് വലുത്. പക്ഷേ ഞാൻ ലജ്ജിക്കുന്നു യാ റസൂലല്ലാഹ്, എന്റെ പാപം അത്രത്തോളം വലുതാണ് നബിയേ. ഇന്നി അസ്തഹി യാ റസൂലല്ലാഹ്, ഞാൻ ലജ്ജിക്കുന്നു, ഞാൻ ലജ്ജിക്കുന്നു, എന്റെ പാപം അത്രയ്ക്കും വലുതാണ്, അത്രയ്ക്കും വലുതാണ്, അത്രയ്ക്കും വലുതാണ്. ഇത്രയും വലിയ പാപം നീ ചെയ്തോ, ഇത്രയും വലിയ പാപം നീ ചെയ്തോ. വലിയ പാപം ചെയ്ത സഹാബിയുടെ സംഭവം, വല്ലാത്തൊരു സംഭവം. എന്താണപ്പാ ഈ പാപം? ഇത്രയും വലിയ പാപം, ആകാശഭൂമികളെക്കാൾ വലിയ പാപം. അപ്പൊ ഇയാൾക്ക് മാപ്പുണ്ടോ? ഇയാൾക്ക് മാപ്പുണ്ടോ? ഇയാൾക്ക് മാപ്പുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എത്ര വലിയ പാപമാണെങ്കിലും പടച്ച തമ്പുരാൻ മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു 10 മിനിറ്റ് സമയം ഇതൊന്ന് ചോദിക്കാൻ. നല്ല മാസം, കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചവരാണ്. ഞാനത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് വലിയ പാവം എന്താന്നുള്ളതും അയാൾക്ക് അല്ലാഹ് എങ്ങനെ പശ്ചാത്തലം, അള്ളാഹു അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എങ്ങനെ സ്വീകരിച്ചത് വലിയൊരു സംഭവമാണ്. കേട്ടോളിക്കുക, കേൾക്കാതെ പോരുത്. കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അള്ളാഹ് നമ്മൾ ചെയ്ത പാവം എല്ലാം മാപ്പാക്കുമല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ സദസ്സിൽ ഒരു 3 സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പോകട്ടെ. സല്ലല്ലാഹു عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ഈ സലാത്തിനെ ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സലാത്തിനെ ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ സലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഈ സലാത്തിനെ നീ റൗളയിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അവിടുത്തെ ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഈ പുണ്യമായ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങൾ ചെയ്യുന്ന സദഖകളും ഞങ്ങളുടെ തൗബകളും നീ സ്വീകരിക്കാൻ ഈ സലാത്തിനെ സബബാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റി തരാൻ ഈ സലാത്തിനെ സബബാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരാൻ ഈ സലാത്തിനെ സബബാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഈ സലാത്തിനെ സബബാക്കുന്നു അല്ലാഹ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ചെറുപ്പക്കാരനായ സഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ് കുന്തു അൻബുസുൽ ഖുബൂറ മുൻദു സിനീൻ ഇന്നി കുന്തു അൻബുസുൽ ഖുബൂറ മുൻദു സബ്ഇ സിനീൻ. നബിയേ, ഞാൻ ഖബർ മാന്തുന്ന ഒരു വ്യക്തിയായിരുന്നു നബിയേ. ഇന്നി കുന്തു റജുലൻ നബ്ബശാ ഫഅൻബുശുൽ ഖുബൂറ മുൻദു സബ്ഇ സിനീൻ. 7 വർഷമായി ഖബറുകൾ മാന്തിക്കൊണ്ട് ആ ഖബറിനകത്ത് വെക്കപ്പെട്ട മൃതശരീരത്തിൽ നിന്ന് കഫൻ തുണി പറിച്ചെടുത്ത് അത് കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ എൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മധ്യേ ഹത്താ മാതത് ജാരിയതും മിൻ ബനാത്തിൽ അൻസാർ. അൻസാർ സ്ത്രീകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, അവൾ മരിച്ചപ്പോ ഫനബസ്തു ഖബറഹാ, അവളുടെ മയ്യത്ത് കൊണ്ടുപോയി വെച്ച ഖബർ ഞാൻ ആരോരുമില്ലാത്ത സമയത്ത് ഞാൻ തോണ്ടി നബിയേ. ആ ഖബർ ഞാൻ മാന്തി നബിയേ. ഫഖറജ്തു കഫനഹാ, അവളുടെ ശരീരത്തിൽ പൊതിഞ്ഞ കഫൻ തുണി ഞാൻ പറിച്ചെടുത്തു നബിയേ. ഫമളൈതു ഗൈറ ബഈദ്, സുന്ദരിയായ വെളുത്തു തൊടുത്ത അൻസാരികളിൽപ്പെട്ട ഒരു പൊന്നുമോൾ ആ മയ്യത്ത് ഖബറിൽ കിടക്കുമ്പോ ആ തുണിയുമായി ഞാൻ മെല്ലെ അവിടെ നിന്ന് നീങ്ങുമ്പോ ഇത് ഗലബ അലയ്യ ശൈത്താൻ, പിശാച് എന്നിലേക്ക് കടന്നു വന്നു നബിയേ. എന്റെ ശരീരത്തെ അവളിലേക്ക് ആകർഷിച്ചു നബിയേ. ഫറജഅതു ഇലൈഹാ, ഞാൻ അങ്ങനെ അവളിലേക്ക് മടങ്ങിയിട്ട് ഫജാമഅതുഹാ, അവളുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചു നബിയേ. ഞാൻ അവസാനം എന്റെ ആ വൃത്തിഹീനമായ പണി കഴിഞ്ഞ് ഫമളൈതു ഗൈറ ബഈദ്, ഞാൻ ആ ഖബറിൽ നിന്ന് മെല്ലെ മുകളിലേക്ക് കയറിയപ്പോ ഇത് ഖാമത്തുൽ ജാരിയ, ആ ഖബറിൽ ആ പെണ്ണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു അശരീരി കേൾക്കുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്. വൈലക യാ ശാബ്, വൈലക യാ ശാബ് ഔഖഫ്തനി ജുനുബൻ ബൈന അസാകിരിൽ മൗതാ. എടാധികാരിയായ ചെറുപ്പക്കാരാ, അഹങ്കാരിയായ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഇടയിൽ ഒരു വലിയ ശുദ്ധിക്കാരിയായി എന്നെ നിക്ഷേപിച്ച മോനെ, എന്നെ നിക്ഷേപിച്ച വ്യക്തിയെ, ലാ തസ്തഹി ദയ്യാന മിൻ യൗമിദ്ദീൻ, പടച്ച റബ്ബിനെ നീ ഭയപ്പെടാത്തവനായ ധിക്കാരിയായല്ലോ. അലാ തസ്തഹി, നാളെ റബ്ബിന്റെ കോടതിയെ നീ ലജ്ജിക്കുന്നില്ലേ? നാളെ മർദ്ദിതർക്ക് വേണ്ടി അവൻ നീതി വാങ്ങാൻ വേണ്ടി അവന്റെ സിംഹാസനത്തിലിരിക്കുമ്പോ ആ ഒരു രംഗത്തെ നീ ഭയപ്പെടുന്നില്ലേ ചെറുപ്പക്കാരാ? നിനക്ക് നാശം, നിനക്ക് നാശം, നിനക്ക് നാശം എന്നൊരാ ശരീരി ഞാൻ കേട്ടു യാ റസൂലല്ലാഹ്. ഞാൻ ഭയപ്പെട്ടുകൊണ്ട് പശ്ചാത്തപിച്ചു നബിയേ. പക്ഷേ എന്റെ മനസ്സിന് സമാധാനമില്ല ഹബീബേ. ഞാൻ അവിടുത്തെ സദസ്സിൽ വന്നതാണ്, എനിക്ക് മാപ്പുണ്ടോ? ഫഹല്ലി മിൻ തൗബാ, ഫഹല്ലി മിൻ തൗബാ, എനിക്ക് മാപ്പുണ്ടോ നബിയേ? ഫവസബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യദ്ഫഉ ഫീ ഖഫാ. അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ട മാത്രയിൽ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. വളരെ ഗൗരവത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റ് ആ സഹോദരന്റെ പിടലയിൽ തട്ടിയിട്ട് ഉഖ്റുജു മിന്നീ
ഉഖ്റുജു മിന്നീ, ഇറങ്ങിപ്പോകൂ എന്റെ സദസ്സിൽ നിന്ന്, അല്ലാഹുവിന്റെ ശിക്ഷയെങ്ങാനും ഈ സദസ്സിൽ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുമ്പോ ഫഖറജ തായിബാ ഇലൽ ജബലി, മലഞ്ചരിവുകളിലേക്ക് പാറമടകളിലേക്ക് ആ ചെറുപ്പക്കാരനായ സഹാബി നിറകണ്ണുകളോടെ നീറുന്ന മനസ്സോടെ പശ്ചാത്താപത്തോടെ 40 ദിവസം മലമുകളിൽ പോയി പശ്ചാത്തപിക്കുകയാണ്. പശ്ചാത്തപിച്ച് പൊട്ടിക്കരയുകയാ നിറകണ്ണുകളോടെ റബ്ബിലേക്ക് തന്റെ പാപം സമർപ്പിക്കുകയാ. ഫലമ്മാ തമ്മലഹു 40 ലൈല, 40 ദിനരാത്രങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ പോയി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരൻ 40 ദിവസം കഴിഞ്ഞപ്പോ തന്റെ മുഖത്തെ ആകാശത്തേക്ക് ഉയർത്തുകയാ. ഫഖാല, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ ഇലാഹ ആദം വ ഹവ്വാ, ആദമിന്റെ നാഥാ, ഹവ്വാ ബീവിയുടെ റബ്ബേ, മുഹമ്മദ് നബിയുടെ നാഥാ, ഇൻ ഗഫർത ലീ ഫഅലിം മുഹമ്മദൻ വഅസ്ഹാബഹു, ഞാൻ ഈ 40 ദിവസം നിന്നോട് പൊട്ടിക്കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അത് നീ സ്വീകരിച്ചുവെങ്കിൽ നീ പുറത്തു തന്നുകൊണ്ട് മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും നീ അറിയിക്കണേ റബ്ബേ. വഇല്ലാ, ഇനി നീ എനിക്ക് മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ ഫഅർസിൽ നാറം മിനസ്സമാ, ആകാശ ലോകത്ത് നിന്ന് നീ തീ ഇറക്കണേ അല്ലാഹ്. ഫാഹിരിക്നീ, എന്നെ കരിക്കണേ റബ്ബേ, എന്നെ കരിക്കണേ റബ്ബേ. വനജിനി മിൻ അദാബിന്നാർ, നാളെ നരകത്തിന്റെ തീയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ ദുനിയാവിൽ എന്നെ നീ നശിപ്പിച്ചാലും ആഖിറത്തിൽ നിന്ദിക്കല്ലേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ സഹാബി 40 ദിവസം റബ്ബിന്റെ കോടതിയിൽ നിറകണ്ണുകളോടെ തന്റെ ആവലാതി ബോധിപ്പിച്ചപ്പോ നസലൽ അമീൻ മലക് ജിബ്രീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് നബി തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. ഹബീബേ, അല്ലാഹു അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു, സലാം അടക്കൂ നബിയേ. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, അല്ലാഹു എന്നോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അന്ത ഖലഖതൽ ഖൽഖ അം ഖലഖല്ലാഹ്, നബിയെ താങ്കളാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്, അതല്ല അല്ലാഹുവാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ബൽ ഖലഖനി വ ഖലഖഹും, അല്ലാഹുവാണ് എന്നെയും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. വീണ്ടും ജിബ്രീൽ ചോദിക്കുകയാണ്, അന്ത തർസുഖുഹും അം റസഖല്ലാഹ്, നിങ്ങളാണോ അവർക്ക് വിഭവങ്ങൾ നൽകുന്നത്, അതല്ല പടച്ചവനാണോ നൽകുന്നത്? നബി തങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹുവാണ് എനിക്കും ഈ ലോകത്തുള്ളവർക്കും റിസ്ക് നൽകുന്നത്. മൂന്നാമതായി ജിബ്രീൽ ചോദിക്കുന്നു, അന്ത തതൂബു അലൈഹിം ഔ യതൂബുല്ലാഹ്, നബിയേ, കണ്ണുകളോടെ അവിടുത്തെ സദസ്സിലേക്ക് വരുന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നത് അങ്ങാണോ അല്ലാഹുവാണോ? പശ്ചാത്താപം സ്വീകരിക്കുന്നത് അല്ലാഹുവാണോ അങ്ങാണോ? നബിയേ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തുബ് അലാ അബ്ദിൻ തുബ്
على عبد فإن الله تاب عليه. നബിയേ, ഖബർ മാന്തിയായ ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ ഖബറിൽ വെച്ച് വൃത്തിഹീനമായ പ്രവൃത്തി ചെയ്തിട്ട് അവിടുത്തെ സദസ്സിലെ സമാധാനത്തിന് വേണ്ടി വന്നപ്പോ ആട്ടിപ്പായിച്ചില്ലേ നബിയേ? ആ ചെറുപ്പക്കാരൻ 40 ദിവസം നിറകണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു നബിയേ, പുറത്തു കൊടുത്തു നബിയേ. അങ്ങേക്ക് സന്തോഷ വർത്തമാനം അറിയിക്കൂ യാ റസൂലല്ലാഹ്. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, പരിശുദ്ധ റമളാനാണ്. ഈ റമളാനിൽ നമ്മുടെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും മഗ്ഫിറത്തിൽ നിന്നും വിദൂരമാകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത മാസമാണ്. ഖബർ മാന്തിയായ ചെറുപ്പക്കാരന് പോലും അല്ലാഹു മാപ്പ് ചെയ്തുവെങ്കിൽ ഉടനെ നബി തങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഏ സഹാബത്തേ, ആ ചെറുപ്പക്കാരൻ അല്ലാഹു മാപ്പ് ചെയ്തു സഹാബത്തേ. വബശറഹു ബിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിച്ചിരിക്കുന്നു നബിയെ. സഹാബത്തേ, അദ്ദേഹത്തെ ഇത് അറിയിക്കണേ സഹാബത്തേ, അറിയിക്കണേ സഹാബത്തേ. പാപങ്ങൾ ചെയ്ത നമുക്ക് റബ്ബിന്റെ കോടതിയിൽ പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്. എത്രത്തോളം വലിയ പാപം ചെയ്താലും പശ്ചാത്തപിക്കണേ, പശ്ചാത്തപിക്കണേ, പശ്ചാത്തപിക്കണേ. ഏതു വലിയ പാപവും മാപ്പാക്കുന്നവൻ അല്ലാഹുവാണ്. പടച്ച തമ്പുരാൻ 70 ഉമ്മമാരെക്കാൾ നമ്മോട് കരുണയുള്ളവനാണ്, കരുണയുള്ളവനാണ്. അതുകൊണ്ട് നിരാശപ്പെടരുതേ, നിരാശപ്പെടരുതേ. ഖുൽ യാ عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا. പാപങ്ങൾ ചെയ്ത് തന്റെ മനസ്സുകൾ തകർന്നു പോയ അടിമകളുണ്ടല്ലോ നബിയേ, അവരോട് പറയണേ, ശങ്കിക്കരുതേ, നിരാശപ്പെടരുതേ, ദുഃഖിക്കരുതേ. ഞാൻ അവരുടെ പാപങ്ങൾ മാപ്പ് ചെയ്യാം, മാപ്പ് ചെയ്യാം. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു. അതാണ് തൗബത്തൻ നസൂഹ. തൗബത്തൻ നസൂഹ. പരിപൂർണമായി നമ്മുടെ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോ അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ആരൊരാൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുവോ അവരുടെ പാപങ്ങൾ അല്ലാഹു മാഫ് ചെയ്യുകയും അവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയും സ്വർഗത്തിൽ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന അരുവികളുള്ള സ്വർഗത്തിന്റെ സോപാനത്തിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. നാളെ മഹ്ശറ മൻസബയിൽ നിന്ദ്യതയും നിസാരതയും നിറഞ്ഞു നിൽക്കുമ്പോ ഈ തൗബ ചെയ്ത വ്യക്തികളെ, പശ്ചാത്തപിച്ച വ്യക്തികളെ അല്ലാഹു നാളെ അവന്റെ നൂറ് കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തായിബു മിനദ്ദൻബ് കമല്ലാ ദൻബല. പാപത്തിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ് നബിയുനാ റസൂലുള്ളാഹി.